ആരിഫ് മുഹമ്മദ് ഖാൻ വിറപ്പിച്ചിട്ട് പേടിച്ചില്ല. പിന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിലെ CPM-നോടും സഖാക്കന്മാരോടും ഒരു കളിയും വിലപ്പോവില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ടീം പിണറായി ഗോവിന്ദൻ. ഗവർണർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് സർക്കാരിന്റെ നിർണായകമായ നീക്കങ്ങൾ ഇതിനോടകം തന്നെ കേരളം കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിന് അനുകൂലമായി തന്നെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ കാര്യങ്ങൾ എത്തുകയാണോ? കിറ്റക് സാബു നിരന്തരമായി CPM-നോട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വരാറുണ്ട്. ഇപ്പോൾ കിറ്റക് സാബുവിനെ കിഴക്കമ്പലത്ത് വെള്ളം കുടിപ്പിച്ചുകൊണ്ട് CPM-ന്റെ സഖാക്കന്മാരുടെ തേരോട്ടം. മാത്രമല്ല SFI-യും അതിശക്തമായി തന്നെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അട്ടിപ്പേർ അവകാശമെടുക്കാൻ MSF വരണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് SFI-യുടെ നിർണായകമായ നീക്കങ്ങളും കേരളം കാണുകയാണ്. അങ്ങനെ നാലുപാടും വിറപ്പിക്കാൻ വരുന്നവരെ തിരിച്ച് വരിഞ്ഞു മുറുക്കുന്ന നീക്കങ്ങളാണ് കേരളത്തിലെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കമ്പലത്ത് 2020-ക്ക് അതിശക്തമായ മറുപടി നൽകി CPM-ന്റെ നിർണായകമായ നീക്കം. ബാരിക്കേഡ് കൊണ്ട് അടച്ച ബസ് സ്റ്റാൻഡ് തുറന്ന് നൽകിയിരിക്കുകയാണ് CPM. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കിഴക്കമ്പലത്ത് 2020 CPM പോര് മുറുകുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ പണി ഇഴയുന്നുവെന്ന് ആരോപിച്ച് ബാരിക്കേഡ് വെച്ച് അടച്ച ബസ് സ്റ്റാൻഡ് CPM തുറന്നു നൽകിയതോടെയാണ് കിഴക്കമ്പലത്ത് 2020 ഭരിക്കുന്ന പഞ്ചായത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിനെ ചൊല്ലി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള പോര് രൂക്ഷമായത്. ദേശീയപാതയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജനം. ഉദ്യോഗസ്ഥരുടെ വീടുകൾ ഉപരോധിക്കാൻ CPM അതിശക്തമായി രംഗത്തിറങ്ങുകയാണ്. തൃശൂർ എറണാകുളം ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ പ്രതിഷേധവുമായി CPM നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വീടുകൾ CPM ഉപരോധിക്കും. കുരുക്ക് മാറ്റിയില്ലെങ്കിലായിരിക്കും ഉപരോധമെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. മുസ്ലിം വിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശം MSF-നില്ല. സംഘപരിവാറിനെ ജീവൻ കൊടുത്തും എതിർക്കുമെന്ന് അതിശക്തമായി വ്യക്തമാക്കുകയാണ് SFI-യുടെ ചുണക്കുട്ടികൾ. സംഘപരിവാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടാൽ ആ നിമിഷം ജീവൻ പോയി എന്ന് ഉറപ്പിക്കുന്നവരാണ് SFI-ക്കാരെന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. സംഘപരിവാറിനെ ജീവൻ കൊടുത്തും എതിർക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു SFI നേതാക്കൾ. MSF വർഗീയ സംഘടനയായും അതിന്റെ പ്രസിഡന്റ് വർഗീയവാദിയായി മാറിയെന്നും സഞ്ജീവ് ആരോപിച്ചു. VC നിയമനത്തിൽ ഗവർണർക്ക് വലിയ തിരിച്ചടി. ചോദ്യങ്ങൾ. സർക്കാർ വാദം അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സുപ്രീം കോടതി നിയമിച്ചു. കമ്മിറ്റിയിലെ മറ്റ് 4 അംഗങ്ങളെ ജസ്റ്റിസ് സുധാൻഷു ധൂലിക്ക് തിരഞ്ഞെടുക്കാം. സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ പ്രതിനിധി ഉണ്ടാകില്ല. സുരേഷ് ഗോപിക്കും BJPക്കും നേരെയുള്ള ചോദ്യങ്ങളുമായി CPM-ന്റെ സഖാക്കന്മാർ അതിശക്തമായി തന്നെ രംഗത്തുണ്ട്. സുരേഷ് ഗോപി രാജിവെക്കണം, പാർലമെന്റിൽ എത്തിയത് കള്ളവോട്ട് വഴിയെന്ന് വ്യക്തമെന്ന് അതിശക്തമായി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കള്ളവോട്ട് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് തന്നെയാണ് CPM നേതാക്കന്മാർ പറയുന്നത്. കുടുംബത്തിന് പലയിടങ്ങളിൽ വോട്ട് വന്നത് എങ്ങനെയെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം. കള്ളവോട്ട് വഴിയാണ് പാർലമെന്റിൽ എത്തിയതെന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതിനാൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്നും വോട്ടർ പട്ടികയിൽ തിരുത്തൽ നടത്തിയതിനു ശേഷം വീണ്ടും മത്സരിക്കട്ടെ എന്നും ശിവൻകുട്ടി വ്യക്തമാക്കി.